ഒരു സിനിമ റീടോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡയറക്ടർക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് ആ അച്ഛൻ്റെ, മലയാള സിനിമയുടെ എക്കാലത്തെയും വലിയ സംവിധായകൻ്റെ മകൻ തന്നെ ആ അച്ഛൻ ചെയ്ത സിനിമ ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് അതിൻ്റെ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഡയറക്ടർ ശ്രീ സന്തോഷ് സേതുമാധവൻ അനുഭവിച്ച ഏറ്റവും വലിയ ടെൻഷനും വെല്ലുവിളിയും അതുതന്നെയാണ്. ആ ഒരു ഭയം ഉള്ളിൽ അദ്ദേഹത്തിന് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ആ ഭയം തന്നെയാണ് ഒരുപക്ഷെ ഈ ശക്തിയായി മാറിയത്. ഈ സിനിമയുടെ എല്ലാ നേട്ടങ്ങൾക്കും പിന്നിലുണ്ടായ ഹേതുവും അത് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വെൽ ടോൾഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. വെൽ റിട്ടൺ സ്ക്രിപ്റ്റ്, വെൽ എഡിറ്റഡ് മൂവി, വെൽ ഡയറക്റ്റഡ് മൂവി, വെൽ ഫോട്ടോഗ്രാഫ്. അത്തരം ഒരു കാലഘട്ടത്തെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്, ഒരു സിനിമയെ 38 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അപ്രോച്ച് ചെയ്യുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പൾസ് മനസ്സിലാക്കിക്കൊണ്ട് ആ സിനിമയെ അപ്രോച്ച് ചെയ്യാന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു കോമ്പറ്റീഷൻ അതായിരുന്നു നമ്മുടെ ക്രൂ ഫേസ് ചെയ്തത്, മെയിൻലി എൻ്റെ മെയിൻ ടെക്നീഷ്യൻസ്. അത് തീർച്ചയായിട്ടും അതൊരു പരിധിക്ക് ഉള്ളിൽ ഞങ്ങൾക്ക് സംതൃപ്തി നൽകുന്നുണ്ട്. കാരണം അന്ന് പെർഫോം ചെയ്തിരുന്ന അത്രയും പൊട്ടൻഷ്യലുള്ള ആർട്ടിസ്റ്റുകൾക്ക് പകരം ഒരു ആർട്ടിസ്റ്റിനെ കണ്ടെത്തുക ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതല്ല. ലക്ഷ്മി, അർബാസി, സുകുമാരി ചേച്ചി, എം ജി സോമൻ, ഓഫ് കോഴ്സ് മോഹൻ. അപ്പോൾ അതിന് കോമ്പീറ്റ് ചെയ്യാവുന്ന ഒരു ആക്ടേഴ്സ്, പ്രത്യേകിച്ചും ന്യൂ ഫേസസ് ഓൾമോസ്റ്റ് ചെയ്യുന്നൊരു ഫിലിമാണിത്. അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു ശരിക്കും. എങ്കിലും ഇതിലെ ഹീറോയിൻ നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഷംന കാസിം. ലക്ഷ്മി ചെയ്ത ക്യാരക്ടറിൻ്റെ അതിന് മുകളിലേക്ക് വളരാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ വളരാൻ കഴിഞ്ഞു എന്നുള്ളതല്ല. ആ ക്യാരക്ടറിനോട് 100% നീതി പുലർത്താൻ ഷംന കാസിമിന് കഴിഞ്ഞിട്ടുണ്ട്. ഓഫ് കോഴ്സ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെയും നമുക്ക് അങ്ങനെ മോൾഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പഴയ ശൈലിയെ അങ്ങനെ പിന്തുടരാതെ തീമിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന മാറ്റങ്ങൾ, അതിൻ്റെ ഒരു പശ്ചാത്തലം, കഥയുടെ സ്വഭാവമൊന്നും മാറ്റാൻ പറ്റില്ല. അത്രയും 100% ഇന്ന് ആ സബ്ജക്റ്റ് റിലവൻസ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മളതിൻ്റെ ആംഗ്ലോ ഇന്ത്യൻ പശ്ചാത്തലമൊക്കെ റിലവൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഊട്ടിയിലേക്ക് തന്നെ ലൊക്കേഷൻ മാറ്റിയത്. അല്ലെങ്കിൽ ഗോവ ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ തങ്കശ്ശേരി, അല്ലെങ്കിൽ പോണ്ടിച്ചേരി, അങ്ങനെ. അപ്പം ഊട്ടി സെലക്ട് ചെയ്തതിൻ്റെ കാരണം തന്നെ അതാണ്. ഇന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ അത്രയ്ക്ക് അങ്ങോട്ട് ആംഗ്ലോ ഇന്ത്യൻസ് ഇല്ല. അപ്പോൾ ഈ ഒരു കൾച്ചർ ഇന്നും നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ടത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ അപ്രോച്ച് ചെയ്തപ്പോഴാണ്. ഊട്ടിയിൽ വെച്ച് രസകരമായ സംഭവം ഉണ്ടായി. നമ്മൾ ഈ ചെയ്യുന്ന ആംഗ്ലോ ഇന്ത്യൻ ഫിലിംസിൽ കുറച്ച് ആംഗ്ലോ ഇന്ത്യൻസിനെ അവിടുന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു ഫാമിലിയായിട്ട് സംസാരിച്ചപ്പോൾ അതിലെ ഒരാളോട് ചോദിച്ചു, നിങ്ങളുടെ മദർ ടങ്ക് എന്താണെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു ഇംഗ്ലീഷാണെന്ന്. അവരിപ്പോഴും ഇന്ത്യയിൽ എത്രയോ കാലമായി ജീവിച്ചിട്ട് അവരുടെ മദർ ടങ്ക് ഇംഗ്ലീഷാണ്. അവരുടെ കൾച്ചർ അവരിപ്പോഴും അങ്ങനെ കീപ്പ് ചെയ്യുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു കൾച്ചർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. പിന്നെ നമ്മൾ പറയുന്ന വർഷം, ഇന്ന വർഷം എന്നുള്ളൊരു സംഭവം നമ്മൾ പറയുന്നില്ല. പക്ഷേ ഈ പ്രസൻറ്റ് എന്നുള്ളൊരവസ്ഥയല്ല നമ്മൾ ചെയ്തേക്കുന്നത്. വളരെ മനോഹരമായിട്ട് ഫോട്ടോഗ്രാഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് ആർട്ടിസ്റ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നന്നായിട്ട് സ്ക്രിപ്റ്റിലെ ആ കാലഘട്ടത്തിനനുസരിച്ച് വേണ്ട വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. എല്ലാ ടെക്നീഷ്യൻസും എല്ലാവരും നന്നായി കോപ്പ് ചെയ്തൊരു വർക്കാണ്. എൻ്റെ പേര് മേലില രാജശേഖരൻ എന്നാണ്. ഞാൻ ഒരു 20 വർഷം ആയി അദ്ദേഹത്തെ പരിചയപ്പെട്ട്, സേതുമാധവൻ സാറിന്. അതിനുശേഷം എൻ്റെ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പ്രോജക്റ്റ് വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഈ സിനിമ ഞാൻ എക്കാലത്തും സ്നേഹിച്ചിരുന്ന ഒരു നല്ല സിനിമയാണ്. അതിൻ്റെ ഒപ്പം ഭാഗവാക്കാവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. സോങ്ങുകൾ മുഴുവൻ റീവർക്ക് ചെയ്തിരിക്കുകയാണ്. എല്ലാ സോങ്സും റീവർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ട്, ലൊക്കേഷൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ട്, സീൻസ് എല്ലാം വളരെയധികം മാറ്റം ചെയ്തിട്ടുണ്ട്. ഒരു പോയട്രി ഇതിൽ വർക്കൗട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു.